ഒരു സ്നേഹബന്ധം വിജയിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റേ ആ വ്യക്തിക്കും സത്യമായ ഒരു ഉദ്ദേശവും അതുപോലെ തന്നെ സത്യമായ ഒരു വിശാല ഹൃദയവും ഉണ്ടായിരിക്കണം. 2 വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയം സത്യമായ ഒരു അവസ്ഥയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും എല്ലാമുള്ള ഒരു കഴിവ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനുള്ള കഴിവ്, അങ്ങനെ ഒത്തൊരുമിച്ച് പോകാനുള്ള ഒരു കഴിവുള്ള 2 ഹൃദയങ്ങളാണെങ്കിൽ ആ സ്നേഹബന്ധം വിജയിച്ചിരിക്കും. അല്ലാതെ തൊട്ടേനും പിടിച്ചതിനും എല്ലാം വഴക്കും കൂടി സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരിക്കലും വിജയിക്കത്തില്ല. അപ്പോൾ ഒരേപോലെയുള്ള 2 ഹൃദയങ്ങളാണെങ്കിൽ അവ വിജയിച്ചിരിക്കും, ആ ബന്ധം വിജയിച്ചിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സത്യമായ ഒരു ഉദ്ദേശവും വിശാലമായ ഒരു ഹൃദയവും, അതായത് എല്ലാം ക്ഷമിക്കുവാനും മറക്കാനും പൊറുക്കുവാനും എല്ലാം കഴിയുന്ന ഒരു ഹൃദയം അങ്ങനെയുണ്ടെങ്കിൽ ആ ബന്ധം പൂർണ്ണമായും വിജയിച്ചിരിക്കും. നല്ലൊരവസ്ഥയെത്തിയും അറിഞ്ഞിരിക്കുക. ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ഇതുണ്ടായിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്ന 2 വ്യക്തികൾക്കും ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ അവസ്ഥ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. മറ്റേ വ്യക്തി വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും, ആ ബന്ധം തകരും. പക്ഷേ 2 വ്യക്തികൾക്കും ഒരേ ആശയമാണെങ്കിൽ, ഒരേ സത്യസന്ധതയാണെങ്കിൽ, ഒരേ ലെവലിലാണ് അവരുടെ സ്നേഹബന്ധം പോകുന്നതെങ്കിൽ അത് വിജയിച്ചിരിക്കും. മനസ്സിലാക്കിയിരിക്കുക. 2. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന 2 ഹൃദയങ്ങൾ ഉണ്ടായിരിക്കണം അവർക്ക്. ഒരാൾ മാത്രം എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല, ആ ബന്ധം തകരും. 2 വ്യക്തികൾക്കും തക്കതായ നല്ല ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം വിജയിക്കുകയുള്ളൂ. ഒരു വ്യക്തി ആത്മാർത്ഥമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ വ്യക്തി വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബന്ധം തകരും. പക്ഷേ 2 വ്യക്തികൾക്കും സ്നേഹിക്കാൻ തക്കതായ 2 ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധം വിജയിച്ചിരിക്കും. അവർ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുണ്ടാകുക. സ്നേഹബന്ധമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും മുന്നോട്ട് നീണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ്. എന്നാൽ 2 ഹൃദയത്തിൻ്റെ അവസ്ഥകളുമായി നടക്കുന്നവർ അത് 2 വഴി പോകത്തേ ഉള്ളൂ, ഒരിക്കലും വിജയിക്കത്തില്ല. ഇത് മനസ്സിലാക്കിയിരിക്കുക. 3. പരസ്പരം വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ 2 ഹൃദയങ്ങൾ ഒന്നായി ചേരണം. എങ്കിൽ മാത്രമേ ഒരു സ്നേഹബന്ധം വിജയിക്കുകയുള്ളൂ. ഇതാണ് ഒരു സ്നേഹബന്ധം വിജയിക്കാനുള്ള ഏറ്റവും വലിയ പടി. അല്ലാത്ത പക്ഷം എല്ലാം തകരും, എല്ലാ ബന്ധങ്ങളും തകരും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 2 ഹൃദയങ്ങൾ അത് വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബന്ധം വിജയിച്ചിരിക്കും. അത് അവസാനം വരെ എത്തി നിൽക്കും. അല്ലാത്തടത്തോളം സ്വന്തം കാര്യം നടക്കുവാനും മറ്റുള്ളവരെ ചതിക്കുവാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നുണകളൊക്കെ പറഞ്ഞ് പകുതി കാര്യങ്ങളും മറച്ചു വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും, ഒരിക്കലും വിജയിക്കത്തില്ല. ഇതാണ് അവസ്ഥയായി വരുന്നത്. ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ഉള്ള ബന്ധങ്ങൾ വിജയിച്ചിരിക്കും. അല്ലാത്ത ബന്ധങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? കുറച്ചുനാൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഉന്തിത്തള്ളി എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഒളിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് അവസാനം മുങ്ങിയ വള്ളം പോലെ അത് എന്നേക്കുമായി അങ്ങ് അവസാനിച്ചു പോകും. എന്നാൽ ഹൃദയങ്ങൾ ഒന്നായി ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ക്ഷമിച്ച് പുറത്തു പോകുന്ന ബന്ധങ്ങൾ അവസാനം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അത് എവർലാസ്റ്റായി മുന്നോട്ട് പോകും, അല്ലാത്തൊക്കെ തകരും. ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു സ്നേഹബന്ധത്തിൽ പെടുമ്പോൾ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, പുതിയ സ്നേഹിതരെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യക്തി ജീവിതങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.